ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ 2 മാസങ്ങൾക്ക് മുമ്പ് നടന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരീക്ഷ അതിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. സോ പുതിയ ആൻസർ കീ പ്രകാരം, അതായത് ഫൈനൽ ആയിട്ടുള്ള ആൻസർ കീ പ്രകാരം 3 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 ചോദ്യങ്ങളുടെ ആൻസേഴ്സിൻ്റെ ഓപ്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു പ്രൊവിഷണൽ കീയുടെ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് മാറ്റം വന്നിട്ടുള്ള 5 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. സോ പുതിയ കീ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. 89/2024 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ദെൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 2 എക്സാമുകൾക്കുള്ള ഒരു കോമൺ എക്സാം ആയിരുന്നു അല്ലേ? യെസ്. സോ പുതിയ കീ പ്രകാരം 17ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ദെൻ നെക്സ്റ്റ് വരുന്നത് ഏതാ, 57ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് 30ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ദെൻ 77ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ചേഞ്ചായി, 87ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ചേഞ്ചായി. ഉണ്ടോ? നമുക്ക് ആ ചോദ്യങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. യെസ്, 17ാമത്തെ ചോദ്യം ഇതാണ്. മാഗ്നറ്റിക് റിലക്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അതായിരുന്നു 17ാമത്തെ ചോദ്യം. സോ ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടു കേട്ടോ. ഈ ഒരു ചോദ്യം ഡിലീറ്റഡ് ആണ്. സോ ഇതിൻ്റെ ആൻസർ ആദ്യം ഉണ്ടായിരുന്നത് പെർമബിലിറ്റി എന്നായിരുന്നു. നിലവിൽ ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ 30ാമത്തെ ചോദ്യം എന്തായിരുന്നു? അതും ഡിലീറ്റഡ് ആണ്. ഫോർ എ കോൺസ്റ്റൻറ്റ് ലോഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർമേച്ചർ കറണ്ട് ഈസ് ഹൈ ഫോർ. സോ ഇതിൻ്റെ പ്രൊവിഷണൽ കീ പ്രകാരം ആദ്യം ഉണ്ടായിരുന്നത് ഇത് ലോ വാല്യൂ ഓഫ് ഫീൽഡ് എക്സൈറ്റേഷനും ഹൈ വാല്യൂ ഓഫ് ഫീൽഡ് എക്സൈറ്റേഷൻ ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ചോദ്യവും എന്ത് ചെയ്തു? നിലവിൽ ഡിലീറ്റഡ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 57ാമത്തെ ചോദ്യം. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 57ാമത്തെ ചോദ്യം അതും നിലവിൽ ഡിലീറ്റഡ് ആണ്. ഇവിടെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് S⁴ S³ ടേം ഇവിടെ മിസ്സിംഗ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, എഴുതിയിട്ട് തന്നെ കണ്ടുപിടിക്കണം, അല്ലാതെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നടക്കാൻ വേണ്ടി പറ്റില്ല. സോ ആദ്യം ഇതിൻ്റെ ആൻസർ ഉണ്ടായിരുന്നത് ഓപ്ഷൻ സി ആയിരുന്നു. നമ്മളിങ്ങനെ ചെയ്യാറില്ലേ, മിഡിൽ ടേം മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ ഫാർദർ എൻഡിലെ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന പരിപാടി. അതിവിടെ നടക്കില്ല. കാരണം ഇവിടെ S-ൻ്റെ പവർ 4 പിന്നെ 2 ആണ്, S³ പവർ ഇവിടെ ഇല്ല അല്ലേ? അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. സോ നിലവിൽ ഇത് ഡിലീറ്റഡ് ആണ് കേട്ടോ. സോ ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ ഡിലീറ്റഡ്. ദെൻ 77ാമത്തെ ചോദ്യം അതിൻ്റെ ആൻസർ കീ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ദി ലീസ്റ്റ് ലോഡിങ് എഫക്റ്റ് ഓൺ ദി സർക്യൂട്ട് അണ്ടർ മെഷർമെൻറ്റ്. CRO എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്, ലോഡിങ് എഫക്റ്റ് വളരെ കുറവാണ്. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ആണ് അതിൻ്റെ ബെസ്റ്റ് ആൻസർ കേട്ടോ. സോ ആദ്യം ഇതിൻ്റെ ആൻസർ ബി എന്നായിരുന്നു. നിലവിൽ ഇതിൻ്റെ ആൻസർ മാറിയിട്ട് സിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ ആൻസർ ഓപ്ഷൻ സി ആണ്. ദെൻ 87, ഇഫ് എ സിഗ്നൽ എക്സ് ഓഫ് ടി ഹാസ് എൻ എനർജി ഇ, എനർജി സിഗ്നൽ എക്സ് ഓഫ് 2t ഈസ്. എക്സ് ഓഫ് 2tൻ്റെ എനർജി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എ എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നിലവിലത് സി ആയിട്ട് മാറിയിട്ടുണ്ട്. സിയിലേക്കല്ലേ ആൻസർ മാറിയത്? നോക്കട്ടെ. യെസ്, 87 സിയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതാ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പുതിയ ആൻസർ കീ, ഫൈനൽ ആൻസർ കീ വരുന്നത്. 3 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അതേപോലെ 2 ചോദ്യങ്ങളുടെ ആൻസർ കീ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇത് അപ്പോൾ എന്താണ് ചേഞ്ച് ഉണ്ടാവുക? ടോട്ടലായിട്ടുള്ള ആൻസർ കീൻ്റെ അകത്ത് എന്താ ചേഞ്ച് ഉണ്ടാവുക? നിങ്ങളുടെ ആൻസേഴ്സിൽ മാർക്കിൽ എന്താ ചേഞ്ച് ഉണ്ടാവുക? യെസ്, നിലവിലെ ഇത് പ്രകാരം 97 മാർക്ക്. ദെൻ 2 ആൻസർ മാറിയിട്ടുമുണ്ട്. അപ്പോൾ ആ 3 ചോദ്യങ്ങളും നേരത്തെ ആൻസർ ശരിയാക്കിയവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ 3 മാർക്ക് നഷ്ടപ്പെടും അല്ലേ? ദെൻ ആൻസർ കീ മാറിയത് മൂലം ചിലപ്പോൾ മാർക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ കമ്മീഷൻ തീരുമാനത്തിൽ പ്രകാരം വേഗത്തിൽ തന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് പുറപ്പെടുവിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ടോ ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ നമുക്കിതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കെന്ത് ചെയ്യാം? ഒരു വീഡിയോ കൂടി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്